നമ്മുടെ ചുറ്റിലുമുള്ള വയലോരങ്ങളിലും തടാകങ്ങളിലുമൊക്കെ കാണപ്പെടുന്ന ആര് കണ്ടാലും നോക്കിപ്പോന്ന ഒരു പക്ഷിയെ നമുക്കിന്ന് കണ്ടാലോ? ഇവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആര് കണ്ടാലും നോക്കിപ്പോന്ന നല്ല തലയെടുപ്പുള്ള പക്ഷിയാണല്ലേ. ഫുഡൊക്കെ കഴിച്ച് തൂവലൊക്കെ ചീകി ഒതുക്കി നിൽക്കുകയാണ്. ഇവരുടെ പേരാണ് ബ്ലാക്ക് ഹെഡഡ് ഐബീസ്, ഓറിയന്റൽ വൈറ്റ് ഐബീസ് എന്നും വിളിക്കും. മലയാളത്തിൽ ഇവരെ കഷണ്ടിത്തലയൻ കൊക്കെന്ന് വിളിക്കും. ഇവരെ കാണപ്പെടുന്ന പ്രദേശങ്ങൾ ഇന്ത്യ, ശ്രീലങ്ക, നേപ്പാൾ, ബംഗ്ലാദേശ്, മ്യാൻമാർ എന്നീ സ്ഥലങ്ങളിലാണ്. ഞാൻ പറഞ്ഞില്ലേ, നനവുള്ള വയൽ, ചതുപ്പു നിലങ്ങൾ, നദിക്കരകൾ, തടാകങ്ങൾ എന്നിവിടെയാണ് ഇവരെ കൂടുതലായി കാണപ്പെടുന്നത്. ഇവരുടെ പ്രധാന ആഹാരം ചെറുമീനുകൾ, കീടങ്ങൾ, ജലജീവികളൊക്കെയാണ്. ഇവരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ ഇവരുടെ വെള്ള നിറത്തിലുള്ള ശരീരവും കറുത്ത തലയുമാണ്. കണ്ടില്ലേ, പറക്കുന്ന കാണാൻ എന്ത് ഭംഗിയാ. അവൻ ആ കൂട്ടത്തിൽ പോയി ഇരുന്നു. കഷണ്ടിക്കൊക്കെന്നും കൂടാതെ ഇവരെ അരിവാൾ കൊക്കനെന്നും വിളിക്കാറുണ്ട്. ഇവരുടെ ചുണ്ടിന്റെ ഭാഗം കണ്ടില്ലേ, അരിവാള് പോലെയല്ലേ ഇരിക്കുന്നത്. ത്രഷ്യോർണിതയുടെ ഫാമിലിൽപ്പെട്ട ഇവരുടെ ശാസ്ത്രീയ നാമം ത്രഷ്യോനസ് മലാനസ് ഫലസ് എന്നാണ്. കൂട്ടത്തോടെ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണിവർ. ഇവർ ജലാശയത്തിന്റെ അടുത്തുള്ള മരങ്ങളിലാണ് ഇവർ കൂടുണ്ടാക്കുന്നത്. മരത്തിന്റെ ചെറിയ ചില്ലകൾ കൊണ്ടാണ് ഇവർ കൂടുണ്ടാക്കുന്നത്. 2 മുതൽ 4 വരെ മുട്ടകൾ ഇവരിടാറുണ്ട്. മുട്ട വിരിയാൻ 18 മുതൽ 20 ദിവസം വരെ എടുക്കും. ആൺപക്ഷിയും പെൺപക്ഷിയും കൂടെ മുട്ടകളെയും കുഞ്ഞുങ്ങളെയും സംരക്ഷിക്കും. പ്രധാനമായി ജൂലൈ മുതൽ ഒക്ടോബർ വരെയാണ് ഇവർ മുട്ടയിടുന്നത്. ചില സ്ഥലങ്ങളിൽ മാർച്ച് മുതൽ മെയ് വരെ ചെറിയ ബ്രീഡിംഗ് നടക്കാറുണ്ട്. ഏതാനും ആഴ്ചകൾ കൊണ്ട് കുഞ്ഞുങ്ങൾ പറക്കാൻ പഠിക്കും. IUCNന്റെ കണക്ക് പ്രകാരം നിയർ ത്രെറ്റൻഡ് വിഭാഗത്തിലാണ് ഇവരെ പെടുത്തിയിരിക്കുന്നത്. കുറച്ചൊക്കെ വംശനാശ ഭീഷണി നേരിടുകയും ഇനിയും വംശനാശം നേരിടാൻ സാധ്യതയുള്ള ബേഡായിട്ടാണ് ഇവരെ കണക്കാക്കിയിരിക്കുന്നത്. വാസസ്ഥലം ഇല്ലാതാവുന്നതും ജലമലിനീകരണവും ഭക്ഷണക്കുറവും കാലാവസ്ഥ മാറ്റമൊക്കെ ഇവരുടെ നിലനിൽപ്പിന് ഭീഷണിയാകാറുണ്ട്. കെട്ടിടമുണ്ടാക്കാൻ വേണ്ടി പാടങ്ങളും ജലാശയങ്ങളും നികത്തുന്നതും രാസവസ്തുക്കളും കീടനാശിനികളും ഉപയോഗിക്കുന്നതും പ്ലാസ്റ്റിക് മാലിന്യവും ഓയിൽ പൊല്യൂഷനും ഇതൊക്കെ ഇവരുടെ ജീവിതത്തിന് ഭീഷണിയാകാറുണ്ട്. വെള്ളത്തിൽ നിന്നും ഭക്ഷണം തേടുന്ന ഇവർക്ക് ഇതുപോലുള്ള വയലുകളും നീർത്തടാകങ്ങളും ആവശ്യമാണ്. ഇവർ ദേശാടനക്കാരല്ല, പക്ഷെ കാലാവസ്ഥ മാറുമ്പോൾ, പ്രത്യേകിച്ച് വരൾച്ചാ കാലത്ത് ഇവർ അടുത്തുള്ള ജലാശയത്തിലേക്കോ ചതുപ്പ് നിലങ്ങളിലേക്കോ മാറും. ഇവർ പൂർണ്ണമായി മാംസഭുക്കുകളാണ്. മീൻ കൂടാതെ ചെറിയ തവളകളും പാമ്പും ഇവർ കഴിക്കാറുണ്ട്. ഇവരുടെ നിലനിൽപ്പ് മനുഷ്യർക്കും പ്രകൃതിക്കും അനിവാര്യമാണ്. വിത്തുകളും വിളകളും നശിപ്പിക്കുന്ന കീടങ്ങളെ ഇവർ ഭക്ഷണമാക്കും. ഇതുവഴി കൃഷിയിടങ്ങളിലെ കീടങ്ങളുടെ എണ്ണം കുറയ്ക്കുന്നു. ജലാശയത്തിലെ ചെറുജീവികൾ, ചിപ്പികൾ, കീടങ്ങൾ എന്നിവ കഴിക്കുന്നതിനാൽ എക്കോ ബാലൻസ് നിലനിർത്തുന്നു. ചത്തുകിടക്കുന്ന മത്സ്യങ്ങളൊക്കെ ഭക്ഷിക്കുന്നതിനാൽ ജലത്തിന്റെ മലിനീകരണം കുറച്ച് ജലം ശുദ്ധിയാക്കുന്നു. ഇവരെ ഞങ്ങൾ ചിത്രീകരിച്ചത് കോട്ടയം ജില്ലയിലെ കുറവലിങ്ങാട് നിന്നും കുമരകത്ത് നിന്നുമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം.